നമുക്കിപ്പം ചേരുന്നു ബി ഉണ്ണികൃഷ്ണൻ. വെരി ഗുഡ് മോർണിംഗ് ബി ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഈ വിൻസി അലോഷ്യസ് പരാതി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ പോലുള്ളവരെ വളർത്തുന്നത് ആരാണ് എന്നൊരു ചോദ്യം മുൻപിലുണ്ട്. ഇതിൽ വേണ്ടത്ര കൃത്യമായ പരാതി ലഭിക്കാത്തതൊരു കാരണമാവാം. പോലീസാവട്ടെ അന്വേഷണ സംഘങ്ങളാവട്ടെ വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചില്ല. കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കൊക്കൈൻ കേസ് പോലും പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ബി ഉണ്ണികൃഷ്ണൻ, ഞാൻ ആത്മാർത്ഥമായി സത്യസന്ധമായി തുറന്നു ചോദിക്കട്ടെ, താങ്കൾ കേട്ടിട്ടുണ്ടോ ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഇങ്ങനെ? ഞാൻ വ്യക്തിപരമായി എൻ്റെ അടുത്ത് അത്തരം പരാതി ഊഹാപോഹങ്ങൾ നിരവധി ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർ, താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ കൃത്യമായ ഒരു പരാതിയും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നതിന് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് താങ്കൾക്കറിയാം. ഇപ്പോ വിൻസി അലോഷ്യസ് ഐസിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമയിൽ ഐസിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ ഐസി അടുത്ത ദിവസം തന്നെ കൂടിച്ചേർന്ന് അവരുടെ അതിനകത്തൊരു അഡ്വക്കേറ്റ് കൂടിയുണ്ട്, ഒരു ലോയറുണ്ട്. കൃത്യമായ റെക്കമെൻഡേഷൻ അതിന്റെ നിർമ്മാതാവിനും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഉണ്ടാവും. ഇത് വളരെ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്. അതിന്റെ അർഹിക്കുന്ന എല്ലാ ഗൗരവത്തോടു കൂടി കാണും. തീർച്ചയായിട്ടും സംഘടനാപരമായി ചെയ്യാവുന്ന എല്ലാ നടപടിയും ഉണ്ടാവും. അതായത് നടിക്കൊപ്പം തന്നെ നിൽക്കും. വിൻസി അലോഷ്യസ് പറഞ്ഞത് ഒരു സംശയവും വേണ്ട അക്കാര്യത്തിനകത്ത്. വിൻസി അലോഷ്യസിനോട് ഞാൻ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ 2-3 ദിവസം ആയിട്ട് 2-3 തവണ ആ കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർക്കും അതിനകത്ത് ആശങ്കകളുണ്ട്. കാരണം താങ്കൾക്ക് അറിയാവുന്ന പോലെ ഇത്തരത്തിലൊരു പരാതി ഒരാൾ വളരെ ധൈര്യപൂർവ്വം പറയുക എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത്തരം ഒരു ആക്ടിലേക്ക് ആ കുട്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. നമ്മളാണ് ആ കുട്ടിയോട് പറഞ്ഞത് അങ്ങനെ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഐസിയിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അവർ ആ പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവര് കൊടുത്ത പരാതി വെറുതെ ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്തരം ഒരു ഹിയറിംഗ് നടക്കും. അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ വരും. പിന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളത്, സിനിമാ സംഘടനകൾക്ക് എടുക്കാവുന്ന നടപടികൾക്ക് പരിമിതിയുണ്ട്. താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഇതിനെ കൃത്യമായിട്ട് ഉള്ള ഒരു നിയമപരമായ നടപടികളിലൂടെ മാത്രമേ ഇതിന് അന്തിമമായ പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. അത് തീർച്ചയായിട്ടും അധികൃതർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു. ബി ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. ബി ഉണ്ണികൃഷ്ണൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, നടപടി ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. വിൻസി അലോഷ്യസ് നൽകിയ പരാതി വെറുതെ ആവില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കാര്യം വിൻസിയുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. ഇതിലൊരു കൺഫർമേഷൻ ഇപ്പോൾ വരികയാണ്. ഐസിയിൽ ആ സിനിമയുടെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഇന്റേണൽ കംപ്ലയിൻറ്റ് സെല്ലുണ്ട്. ആ ICCയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. ആ സിനിമയിലെ ICയിലാണ്, അതായത് സൂത്രവാക്യം എന്ന സിനിമയുടെ ICയിലാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ആ പരാതിയിൽ ഇനി റെക്കമെൻഡേഷൻ വരും. ആ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ പ്രൊഡ്യൂസേഴ്സ് ഫിലിം അസോസിയേഷൻ ഈ ഷൈൻ ടോം ചാക്കോയെ വിലക്കാനുള്ള സാധ്യതയുണ്ട് എന്നുപോലും നമ്മൾ മനസ്സിലാക്കുന്നു. അത് ആ റെക്കമെൻഡേഷന് ശേഷമായിരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ നിലപാട് സ്വീകരിക്കുക. വൈകിയാണെങ്കിലും അങ്ങനൊരു നിലപാട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്വീകരിക്കണം. വിൻസി അലോഷ്യസിനെ പോലെയുള്ളൊരു നടി നൽകിയ പരാതി, അവരുടെ കൺസേൺ, അവരുടെ ആശങ്ക അത് അസ്ഥാനത്തായി പോകാൻ പാടില്ല. സിനിമാ സെറ്റുകളിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഇവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും വ്യക്തമായ പരാതിയോ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ പോലീസിനോ അന്വേഷണ സംഘത്തിനോ സിനിമാ സംഘാടകർക്കോ ഒന്നും തന്നെ സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയിരുന്നത്.